കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ബുജി, 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 നിന്റെ മുത്തശ്ശൻ മരിച്ചുപോയ ദുഃഖത്തില് നിന്നെ കാണാതായ കാര്യം ഞങ്ങൾ ആരും ഓർത്തില്ല മോനെ. ഇത്രയും നേരം നീ എവിടെ പോയിരിക്കായിരുന്നു മോനെ? ഇപ്പൊ നീ എവിടുന്ന പെട്ടെന്ന് ഓടി വന്നത്? എന്താ ബുജി, എന്തുപറ്റി? എന്താ ബുജി പറയുന്നേ? പറയാൻ പറയുമ്പോ ഒന്നും വാതുറന്ന് പറയാതെ എന്തിനാ ഈ ആക്ഷൻ? മുച്ചി, മുത്തശ്ശി, അവന് സംസാരിക്കാൻ പറ്റാത്ത പോലെ അവന്റെ ശബ്ദം നഷ്ടപ്പെട്ടു. മുച്ചി, എന്ത് പറ്റിയതാ നിനക്ക്? ബുജി, നിനക്ക് എന്തു പറ്റി ബുജി? നീ എന്തെങ്കിലും ഒന്ന് പറയൂ. ബുജി, നീ സംസാരിക്ക. എന്ത് പറ്റിയതാ? എന്ത് പറ്റിയതാണ്? എന്താ നീ ഒന്നും മിണ്ടാത്ത? എന്തിനാ എന്റെ മോനെ ഇങ്ങനെ ഊമയാക്കിയത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങളുടെ കുടുംബത്തോടെ ശിക്ഷ? മോനെ ബുജി, ബുജി, എന്തെങ്കിലും ഒന്ന് പറ മോനെ. നിനക്ക് എന്തു പറ്റിയതാടാ? എന്തെങ്കിലും പറ. അളിയനെ പാമ്പിനെ വെച്ച് കൊത്തിച്ചത് അവൻ കണ്ടതുപോലെ തോന്നുന്നല്ലോ. ആ ഷോക്കിലായിരിക്കും അവന്റെ ശബ്ദം പോയത്. ബുജി, നീ എന്താ പറയുന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ബുജി. മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയൂ. എന്താ നടന്നത്? അപ്പൊ ഇനി സംശയമില്ല. തലയിലടിക്കുന്ന ആക്ഷൻ അവൻ കാണിക്കുന്നെങ്കിൽ ഞാൻ അളിയന്റെ തലയ്ക്കടിക്കുന്നത് അവൻ കണ്ടു കാണും. നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോനെ. പേടിപ്പിക്കുന്ന എന്തെങ്കിലും നീ കണ്ടോ മോനെ? ബുജി, നീ എന്തെങ്കിലും കണ്ട് പേടിച്ചായിരുന്നോ? റിലാക്സ്. നീ വെറുതെ ടെൻഷൻ ആവണ്ട, കൂളായിരിക്കും. എവിടെയോ എന്തോ കണ്ട് പേടിച്ചതുപോലെയായിരുന്നു കൊച്ച്. ആദ്യം അവന് കുടിക്കാൻ വെള്ളം കൊടുക്കും. പോയി വെള്ളം എടുത്തോണ്ട് പാടാ. കൊണ്ടുവരാം മുത്തശ്ശി. എന്താടാ നീ അത് ഈ വെള്ളം കുടിക്ക? പേടിച്ചിട്ട് അവന്റെ ശബ്ദം പോയതുപോലെ തോന്നുന്നു. വെള്ളം കുടിച്ചാ നിനക്ക് കുറച്ച് ആശ്വാസമാവും. നിനക്ക് സംസാരിക്കാനും കഴിയും. വെള്ളം കുടിക്കും മോനെ. കുടിക്കടാ. ഏയ് ബുജി, നിനക്ക് എന്ത് പറ്റിയതാ മോനെ? എന്താണ് എന്ത് പറ്റി ബുജി?
ബുജി എന്താ ചേച്ചിയെയും അയാളെയും ചൂണ്ടിക്കാണിക്കുന്നത്? എന്താടാ? അവൻ നിന്നെ കണ്ടിട്ട് എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അതെന്താണ് വീരഭദ്ര? അത് പിന്നെ അമ്മേ, ഞാൻ പണ്ട് പാമ്പിനെ കണ്ട് പേടിച്ചില്ലേ, അതുപോലെ ഇവൻ എന്തോ കണ്ട് പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോന്നുന്നത്. അത് തന്നെ അവൻ പറയാൻ നോക്കുന്നത്. നോക്കൂ, അങ്ങനെയല്ലേ ബുജി? എന്താടാ ബുജി, മോൻ എവിടെ വെച്ചാ ഈ പാമ്പിനെ കണ്ടത്? പറ മോനെ, പാമ്പിനെ കണ്ട് പേടിച്ചോ നീ? എവിടെയാ മോനെ കണ്ട പാമ്പിനെ? വലിയ പാമ്പാണോ? അയ്യോ, മോൻ പേടിക്കണ്ട കേട്ടോ. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല അമ്മായി, അവൻ പാമ്പിനെ കണ്ട് പേടിച്ചതാ കൊച്ച്. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളെ കൊച്ചിനെ. വാ. പാമ്പിനെ എവിടെ കണ്ടു മോനെ പേടിച്ചത്? എവിടെയാ കണ്ടത് നീ? പറ മോനെ ബുജി. ഇങ്ങനെയൊന്നും പേടിക്കാൻ പാടില്ല മോനെ. പാമ്പ് നമ്മളെ ഒന്നും ചെയ്യില്ല. പാമ്പിനെ മോ എവിടെ കണ്ടത്? നീ നിന്റെ മുത്തശ്ശനെ കൊല്ലുന്ന നേരിട്ട് കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഈ കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാ നിന്റെ അമ്മയെയും നിന്റെ മുത്തശ്ശിയെയും നിന്റെ അപ്പച്ചിയെയും ഞാൻ കൊന്നുകളയും. പാമ്പ് നമ്മളെ ഒന്നും ചെയ്യൂല മോനെ. അത് ചുമ്മാ ഇങ്ങനെ വന്നിട്ടൊക്കെ അങ്ങ് പോവും. നമ്മൾ ചവിട്ടിയാലേ അത് നമ്മളെ കടിക്കും. നിനക്കിനി എപ്പ സംസാരശേഷി തിരിച്ചു കിട്ടിയാലും ശരി, ആരോടെങ്കിലും സത്യം പറയണമെന്ന് നിനക്ക് തോന്നിയാൽ നിന്നെയും ഞാൻ വെറുതെ വിടില്ല, കൊന്നുകളയും ഞാൻ. മനസ്സിലായടാ? ഭയക്കണ്ട കേട്ടോ, ഒന്നുമില്ല. വാ പോവാ. ഇനി ബാബിനെ കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പൊ പേടിയില്ലല്ലോ ബുജി? ഇപ്പോഴാണ് ഇവ നല്ല പയ്യനായത്. പാമ്പിനെ കണ്ട് പേടിക്കുകയും ചെയ്യരുത് കേട്ടോ. ധൈര്യമായിട്ടിരിക്കണം നമ്മള്. ഞാൻ അവന് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അവ ഒരിക്കലും പേടിക്കൂല. നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ. ശബ്ദം പോയൊന്നും കാര്യമാക്കണ്ട. നാളെ ഡോക്ടറെ അടുത്തുകൊണ്ട് എല്ലാം ശരിയാക്കാം നമുക്ക്. അമ്മേ, അവൻ കൊച്ചുകുട്ടിയല്ലേ, പാമ്പിനെ കണ്ടപ്പോ പേടിച്ചു പോയതാ. ഇതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കാതെ. മരണ വീട്ടിൽ ഒരുപാട് നേരം ഇരിക്കാൻ പാടില്ല. വാ പോവാ. അർജുൻ, ബുജി, ബുജി, ഡാ ബുജി. ബുജി. എന്താടാ? ബുജി, നിനക്ക് എന്തു പറ്റിയടാ? ബുജി, എന്താടാ? നിനക്ക് എന്താ പറ്റി? അവൻ നിന്നോട് പോണ്ടെന്നാ പറയുന്നത്. ഞാൻ എവിടെയും പോകുന്നില്ല ബുജി. ഞാൻ വന്നത് ഇവിടുന്ന് പോകാനായിട്ടല്ല. ഞാൻ എവിടേക്കും പോകുന്നില്ല, ഇവിടെ തന്നെയുണ്ട്. പോരെ? ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നീ ആരെയും പേടിക്കണ്ട.
കേട്ടോ. അമ്മേ, ഞാൻ എനിക്കറിയാം മോനെ, നീ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ശരി. സേഫ് ആയിട്ടിരിക്കും മോനെ. ബുജി എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. അർജുനെ ഇവിടെ നിൽക്കാൻ എന്തിനായിരിക്കും അവൻ നിർബന്ധിക്കുന്നത്? ശരി അമ്മേ, അമ്മ സൂക്ഷിച്ചു പോ. സൂക്ഷിക്കണം മോനെ. നല്ല രക്ഷപ്പെട്ടു വന്നതാണോ ഇത്? എന്റെ കയ്യിൽ അമ്മ തന്ന മന്ത്രച്ചരട് കെട്ടിയിരിക്കുകയല്ലേ. ഈ പാമ്പിന് എന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ മല്ലി ഇവിടെ ഉള്ളതുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി അമ്മ കെട്ടി തന്നതല്ലേ ഇത്. ഇനിയിപ്പോ എന്തിനാ ഈ രക്ഷ? എനിക്ക് അയച്ചങ്ങ് കളഞ്ഞേക്കാം.
അപ്പൊ അപ്പൊ നീ നീ മല്ലിയുടെ മുറച്ചെറുക്കനായിട്ട് നീ എന്നെ കണ്ടിട്ടുള്ളതല്ലേ? എന്റെ മല്ലിയെ നീ എന്ത് ചെയ്തു? എനിക്കൊന്നറിയില്ല, നീ എനിക്കൊന്നറിയില്ല. എങ്ങനെയുള്ളവനാണെന്ന് മല്ലി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നപ്പോ ആ ഭൈരവിയുടെ അമ്മാവൻ വീരഭദ്രൻ അയാളുടെ ഭാര്യയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എന്താ പറഞ്ഞത്? മുമ്പ് 7 ഗ്രഹം ഒന്നായി വന്നപ്പോ എന്റെ മാമനെ ഞാൻ കൊന്നെന്നും ഇനി 7 ഗ്രഹങ്ങൾ ഒന്നായി കൂടുമ്പോ കൃഷ്ണനാഥ പണിക്കരെയും കൊല്ലുമെന്നാ പറഞ്ഞത്. ഇപ്പൊ മല്ലിയെ കാണുന്നില്ല. എനിക്കറിയാം, ഉറപ്പായും നീ അവളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ മല്ലിയെ എന്ത് ചെയ്തു എന്ന് പറ. ഇല്ലല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്നും അറിഞ്ഞൂടാ. പറയുന്നുണ്ടോ? അതോ നിന്നെ ഞാൻ കൊത്തി കൊല്ലണോ? അയ്യോ, കൊത്തല്ലേ കൊത്തല്ലേ കൊത്തല്ലേ, വേണ്ട വേണ്ട വേണ്ട, കൊത്തല്ലേ, എന്നെ കൊത്തല്ലേ, എന്നെ കൊത്തല്ലേ. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലേ? അയ്യോ, മല്ലി എവിടെയുണ്ടെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സത്യമായിട്ട് കാണിച്ചു തരാം, വാ എന്റെ കൂടെ. പക്ഷെ എന്നെ കൊത്തിക്കൊല്ലരുത് കേട്ടോ. പാടാ. എന്താ നാഗിനി, നിന്റെ കാമുകനുമായി പിരിഞ്ഞതിൽ നീ വിഷമിച്ചിരിക്കുകയാണല്ലേ? എവിടെ? അത് പിന്നെ അങ്ങോട്ട്, അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. വാ, പോവാം. വാ, വാ, വാ. അമ്പടാ ബമ്പടാ ബുംബാട്ട്. ഈ സ്ഥലം കണ്ടാൽ തന്നെ അറിയാം ഏതോ ദുഷ്ടശക്തികൾ വിഹരിക്കുന്ന സ്ഥലമാണിത്. നിന്റെ മല്ലി ഇവിടെ എവിടെയോ ഉണ്ട്. ആ, സത്യം. ഇത് ഉറപ്പായും ആ ദുർമന്ത്രവാദിനിയുടെ സ്ഥലമായിരിക്കണം. മല്ലി എവിടെ? അവൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. നിന്റെ മല്ലി ഇവിടെ എവിടെയോ ഉണ്ട്. സത്യത്തിൽ ഉറപ്പായിട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് അവള്. പക്ഷേ നിനക്ക് കാണാൻ പറ്റൂല. നിന്റെ മല്ലി ഭൂമി തുറന്നു പോയെന്നാ തോന്നുന്നേ. അതോ ഇനി ആകാശത്തോട് പറന്നുപോയോ എന്തോ. അതും അല്ലെങ്കിൽ നിന്റെ മല്ലി പാമ്പായതുകൊണ്ട് ഏതെങ്കിലും പരുന്തോ അല്ലെങ്കിൽ കഴുകനോ ഏതെങ്കിലും കൊത്തുകൊണ്ട് പോയി കാണും. നേരത്തെ എന്നെ കണ്ട് ഭയന്ന് വിറച്ചവൻ ഇപ്പൊ എന്റെ മുന്നിൽ നിന്നതുപോലെ കളിയാക്കി ചിരിക്കണമെങ്കിൽ ഇവന്റെ പിന്നിൽ ആരോ ഉണ്ടാവണം. അയാളുടെ ബലത്തിലാണ് ഇവൻ ഈ ധൈര്യം മുഴുവൻ ഇവിടെ കാണിക്കുന്നത്. എന്തു പറ്റി? അയ്യോ, എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുന്നേ? അയ്യോ, എനിക്ക് പേടിയാവുന്നു. അയ്യോ, അങ്ങനെ നോക്കല്ലേ. എന്താടാ ഇപ്പൊ പാമ്പായിട്ട് മാറിയിട്ട് നീ ഭണം വിടർത്തിയിട്ട് എന്നെ കൊത്താൻ പോവാണോ? ഡാ, മല്ലി എവിടെ? വേണ്ട എന്റെ വേണ്ട മല്ലി വേണ്ട, എവിടെ? ഷട്ടെന്ന് വിടറാ നീ.
നിനക്കിപ്പോ മല്ലിയല്ലേ ആവശ്യം? ഇവിടെ എവിടെ ഉണ്ട് അവള്? എന്നില്ല, ഞാൻ വിളിക്കാം അവളെ. മല്ലി, മല്ലി, നിന്റെ കാമുകം വന്നിരിക്കുന്നടി. ഓ, നീ നാഗകന്യകയല്ലേ? ഓ നാഗകന്യകേ, ഓ നാഗകന്യകേ, നിന്റെ കാമുകം വന്നിരിക്കുന്നു. വാ വാ. ആഹാ, ദാ കിടക്കണ നിന്റെ മല്ലി. ദാ ഇവിടെ ഉണ്ട് നിന്റെ മല്ലി. മല്ലി, 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 ഏയ്, ഓം നമ ശിവായ. ഓം നമ ശിവായ. എന്റെ നെഞ്ചത്ത് കയറിയിരുന്നിട്ട് നീ ഭണം വിടർത്തി എന്നെ കൊത്തിക്കൊല്ലാൻ നോക്കിയവനല്ലടാ നീ. ഇപ്പൊ എന്ത് പറ്റിയടാ നിനക്ക്? വെളിയെ വരാൻ പറ്റാതെ കിടന്ന് പെടപെടക്കണത്. ഏയ്, നീ പാമ്പല്ലേടാ? ബുസ് ബുസ് എന്നല്ലടാ ശബ്ദം ഉണ്ടാക്കാവൂ. നീ എന്തിനടാ ഇങ്ങനെ കിടന്ന് അലമുറ ഇടുന്നത്?